ഹായ് ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. വയനാട്ടിലെ സ്ട്രീം ഗാർഡൻ മൗണ്ടൻ റിസോർട്ടിന്റെ വലിയ 2 ആൾ പൊക്കമുള്ള ഗേറ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഒരു റിയൽ നാച്ചുറൽ മരത്തിന്റെ തടിയിലാണ്. അതിന്റെ കവാടമാണ് കാണുന്നത്. ഈ റിസോർട്ടിന്റെ എല്ലാ വിശേഷങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വെൽക്കം ടു ദ വീഡിയോ. റിസോർട്ടിലേക്കുള്ള 4 കിലോമീറ്റർ ഓഫ് റോഡ് ട്രാക്കാണ് ഈ കാണുന്നത്. ഇതിന്റെ ബിഗിനിങ് മേപ്പാടി, ചുണ്ടേൽ എന്നീ ടൗണുകൾക്കിടയിലുള്ള കുന്നുംപറ്റ എന്ന ചെറിയ ഒരു മരമില്ല് കാണുന്ന അവിടെ നിന്നാണ് ഇതിന്റെ ഡൈവേർഷൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് 4 കിലോമീറ്റർ ഇതുപോലുള്ള കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെയും നിബിഡ വൃക്ഷങ്ങൾക്കിടയിലൂടെയും ചെമ്പ്ര പീക്കിന്റെ വിദൂര ദൃശ്യത്തിനിടയിൽ കൂടിയാണ്. ഓഫ് റോഡ് ട്രാക്ക് ആണെങ്കിലും എക്സ്പെർട്ട് ഡ്രൈവേഴ്സ് ആണെങ്കിൽ ബൈക്ക്, കാറ്, ഇന്നോവ പോലുള്ള വാഹനങ്ങളും ജീപ്പ്, താറ് പോലുള്ളത് വളരെ സുഗമമായിട്ടും വരുന്നതായിരിക്കും. ചെമ്പ്രയുടെ വയനാട്ടിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ ചെമ്പ്ര കൊടുമുടിയുടെ വിദൂര ദൃശ്യം ഇവിടുന്ന് കാണാവുന്നതാണ്. ഇതിന്റെ താഴ്വാരത്തിലാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് റിസോർട്ടിൻ്റെ അകത്തെ വിശേഷങ്ങൾ നോക്കാം. യഥാർത്ഥ മരത്തടിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ട്രീം ഗാർഡൻ മൗണ്ടൻ റിസോർട്ടിൻ്റെ കൂറ്റൻ ഗേറ്റും കടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു വഴിത്താരയിലേക്കാണ്. ഏകദേശം 100 മീറ്ററിനടുത്ത് കാണുന്ന ഈ വഴിത്താരയും കടന്ന് നമ്മൾ റിസോർട്ടിലേക്ക് എത്തിച്ചേരും. വാഹനം വരുന്ന വഴിയാണ്. ആദ്യം തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു ചെറിയ മിനി ചിൽഡ്രൻസ് പാർക്കാണ്. ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും വരുന്നവർക്ക് നേരം പോക്കിന് വേണ്ടിയുള്ള ഒരു മിനി ചിൽഡ്രൻസ് പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിൽഡ്രൻസ് പാർക്കും കടന്ന് ഇതിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ ആദ്യമായി വിദൂരമായി വില്ലാസ് കാണാം. ഇവിടെയാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. മെയിനായി കാണാവുന്നത് റെസ്റ്റോറൻ്റാണ്. 2 നിലയിലായി പണി കഴിപ്പിച്ചിട്ടുള്ള വിൻറ്റേജ് സ്റ്റൈലിൽ ഒരുക്കിയിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിലാണ് ഗസ്റ്റുകൾക്ക് 3 നേരവും ഭക്ഷണം സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പൂർണ്ണമായും ഗസ്റ്റുകളുടെ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിൽ ഒരേ സമയം ഏകദേശം 25ഓളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. മ്യൂസിക്, ഗെയിംസ് പോലുള്ള മറ്റ് വിനോദങ്ങൾക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വൻ നഗരങ്ങളിൽ തിരക്കേറിയ ജീവിതം നയിക്കുന്നവർ, അതിപ്പോൾ കണ്ണൂരായാലും കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, ബാംഗ്ലൂർ, ചെന്നൈ, ബോംബെ, ഹൈദരാബാദ്, ന്യൂഡൽഹി എന്ന് വേണ്ട വൻ നഗരങ്ങളിൽ തിരക്കേറിയ ബിസി ആയിട്ടുള്ള ലൈഫ് നയിക്കുന്നവർ, ഒന്നിനും സമയമില്ലാത്തവർ, അൺവൈൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇവിടെ അതിമനോഹരമായൊരു സ്ഥലമാണ്. പ്രകൃതിയിൽ ലയിച്ച് പ്രകൃതിയോട് ഒട്ടിച്ചേർന്ന് സമാധാനപൂർണ്ണം 1-2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് സൂപ്പറായിരിക്കുമെന്ന് തോന്നുന്നു. ഇറങ്ങിയാലാണ് കാട്ടരുവി നമുക്ക് കാണാനാവുക. ഈ പ്രോപ്പർട്ടിയുടെ വളരെ തൊട്ടായി പ്രൈവറ്റായാണ് ഈ കാട്ടരുവി കിടക്കുന്നത്.
കിട്ടുന്ന റൂംസും അതിൻ്റെ താരിഫുമാണ് ഇനി പറയാൻ പോകുന്നത്. റൂംസിൽ നിന്നും കിട്ടുന്ന വ്യൂ ഏകദേശം ഇതുപോലെയാണ്. റൂംസ് എന്ന് പറയുമ്പോൾ ഒരു വില്ലയിൽ 2 റൂംസാണ്. അങ്ങനെയുള്ള അനവധി എയർ കണ്ടീഷനും അല്ലാത്തതുമായ റൂംസാണ് ഇവിടെയുള്ളത്. ഇങ്ങനെയാണ് ഒരു വില്ലയുടെ രൂപം വരിക. ഇങ്ങനെയുള്ള അനവധി വില്ലാസാണ്. ഓരോ വില്ലയിലും 2 റൂം. ഒരു റൂമിൽ 2, 3, 4 പേർക്ക് താമസിക്കാവുന്നതാണ്. അതിൻ്റെ സൗകര്യം കാണിച്ചു തരാം. ഇതുപോലെ പുറത്ത് 4, 5, 10 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. വൈൽഡ് ആസ്വദിച്ചുകൊണ്ട്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ആന വന്ന് വേലി പൊട്ടിച്ചത്. ഫെൻസ് കാണാം, അതുപോലെ ലാംപ്സും കാണാം. റൂംസിൻ്റെ അകത്ത് നല്ല കോസി ആയിട്ടുള്ള ഡബിൾ ബെഡും അതിന് പുറമെ ഒരു സിംഗിൾ ബെഡും ഉണ്ട്. ഇതുപോലെ ഡബിൾ ബെഡ് മാത്രമുള്ളതും ഉണ്ട്. അപ്പം 3, 4 പേർക്ക് സുഖമായി താമസിക്കാവുന്ന റൂംസാണ്. വിത്ത് സോഫ, ഫാൻ, ചാർജർ, പുറത്തെ ലൈറ്റ്. നെറ്റ് ഇവിടെ ലഭിക്കുന്നതാണ്, ഇൻ്റർനെറ്റ് ലഭിക്കുന്നതാണ്, വൈദ്യുതി ഉണ്ട്. അതുപോലെ അഥവാ വൈദ്യുതിക്ക് എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ ബാറ്ററി സിസ്റ്റവും ഉണ്ട്. നെറ്റ് ലഭിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു സൗകര്യമാണ്. അതുപോലെ വിത്ത് ഹോട്ട് വാട്ടർ ബാത്റൂം, വാഷ് ബേസിൻ, മിറർ, യൂറോപ്യൻ ക്ലോസറ്റ് വിത്ത് ജെറ്റ്. ഹീറ്റർ നമുക്ക് കാണാനാവില്ലെങ്കിലും വേറൊരു സിസ്റ്റം, ഗ്യാസ് ചാർജിങ് സിസ്റ്റം പ്രകാരം ഹോട്ട് വാട്ടർ ലഭിക്കുന്നതാണ്. അപ്പോൾ റൂമിൻ്റെ അകത്തിരിക്കാൻ ആണോ കൂടുതൽ സുഖം, പുറത്തിരിക്കാനാണോ കൂടുതൽ സുഖം എന്ന് ചോദിച്ചാൽ വലിയ ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. കാരണം ഈ ഒരു വ്യൂയിൽ, എക്സ്ട്രീം പ്രൈവസിയിൽ, റൂമിൻ്റെ അകത്ത് നല്ല തണുത്ത രാത്രികൾ, തണുത്ത പകലുകൾ. പ്രത്യേകിച്ച് ഞാൻ വന്നത് ജൂൺ മഴക്കാലത്തായതുകൊണ്ട്. ഇനി അതല്ലെങ്കിൽ AC റൂംസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള വില്ലാസ്. ഇതിന് 3500 ആണ് 2 പേർക്ക് ഷെയർ ചെയ്യുന്നത്. 2 പേർ അടങ്ങുന്ന ഒരു ഫാമിലിക്ക് ചാർജ് ചെയ്യുന്നത്. ജൂൺ 20th 2025 ഇന്നത്തെ ദിവസത്തെ റേറ്റാണ് പറയുന്നത്. അത് സീസൺ അനുസരിച്ച് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. കുട്ടികളുടേത് അറിയാൻ വേണ്ടി ഈ പ്രത്യേക നമ്പറിൽ വിളിച്ചു നോക്കുക. ഇതുപോലെ ഡബിൾ റൂം ആണ് ഒരു വില്ലയിൽ അടുപ്പിച്ച് വരുന്നത്. അത് ഗ്രൂപ്പായിട്ടും 2 ഫാമിലി ആയിട്ടൊക്കെ 2 കപ്പിൾസ് ഹണിമൂൺ ആഘോഷിക്കുന്നവർ, 4, 5, 8 പേരടങ്ങുന്ന ബാച്ചിലർ ഗ്രൂപ്പ് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 2 ഫാമിലീസ് വിത്ത് കിഡ്സ്, ഇതിങ്ങനെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഒറ്റയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് 2 ബുക്ക് ചെയ്യുകയാണെങ്കിൽ. ബാച്ചിലേഴ്സിന് ഒരു റൂം 3, 4 പേര് ഷെയർ ചെയ്യുന്ന സിസ്റ്റം പ്രകാരം ഈ ഒരു വില്ലക്ക് പെർ ഹെഡാണ് ചാർജ്. അന്നേരം കുറച്ചുകൂടി കുറവുണ്ട്. 1300 രൂപയെ പെർ ഹെഡ് വരുന്നുള്ളൂ. അത് ഒരു റൂമിൽ ബാച്ചിലേഴ്സിന് 3, 4 പേർക്ക് താമസിക്കാവുന്നതാണ്. അപ്പോൾ പെർ ഹെഡ് ഹോംലി സ്റ്റൈലിലാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. തനി നാടൻ സ്റ്റൈലിലുള്ള വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എന്നീ വിഭവങ്ങൾ ഗസ്റ്റിൻ്റെ സൗകര്യാർത്ഥം ഇവിടെ നിന്നും പരിചയസമ്പന്നരായ കുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും തയ്യാർ ചെയ്ത് നൽകുന്നതായിരിക്കും. അതിവിടെ ഇരുന്ന് കഴിക്കാവുന്ന സൗകര്യവുമുണ്ട്. പാർട്ടിങ്ങിന് വേണ്ടി DJ സ്പീക്കേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. അത് പുറത്തേക്കെടുക്കാനും ഇവിടെ വെച്ച് തന്നെ ഉപയോഗിക്കാനുള്ള സൗകര്യവുമുണ്ട്. റിസോർട്ടിനടുത്തുള്ള വാട്ടർഫോളാണിത്. അപ്പോൾ കുറേ കയറി വന്നു, വില തെറ്റില്ല. ഈ വന്ന വഴി ഇലക്ട്രിക് ഫെൻസൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. റിസോർട്ടിൽ നിന്ന് വളരെ അടുത്താണ്, 1.5 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ കയറ്റം കുറച്ചും കൂടി കയറിയാൽ അത്ര യഥാർത്ഥ വ്യൂ. പക്ഷേ എനിക്ക് കയറാൻ പേടിയാവുന്നു. ഈ കയറിയാൽ അതിലും ഭയമായിരിക്കും ചിലപ്പോൾ ഇറങ്ങാൻ. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ടുള്ളത്. അത് ഒറ്റയ്ക്കല്ലേ, മഴ ആയതുകൊണ്ട് നല്ല വഴുപ്പുണ്ട്. തെന്നിക്കഴിഞ്ഞാൽ ആ പാറൻ്റെ ഇടയിലേക്ക് വീണു പോകും. ധർമ്മസങ്കടത്തിലാണ്.
അപ്പോൾ ബാച്ചിലർ ഗ്രൂപ്പ്സാണ് വരുന്നതെങ്കിൽ നല്ലൊരു ഇളവ് ലഭിക്കുന്നതാണ്. 8 പേരുടെ ഒരു ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ മനോഹരമായ പൂക്കൾ കാണാം. ഇതുപോലുള്ള വില്ലാസ് ബാച്ചിലർ ഗ്രൂപ്പ്സിന് തനിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഗ്രൂപ്പിൽ ഒരു റൂമിൽ 4 ബെഡ് ഷെയറിങ്, അങ്ങനെ ഈ ഒരു വില്ല 1300 പെർ ഹെഡ് എന്നുള്ള ഇതിന് ചാർജിന് 24 hours. അതിൽ ബ്രേക്ക്ഫാസ്റ്റും സ്വന്തം വണ്ടിയില്ലെങ്കിൽ പിക്കപ്പ് താഴെ ഓഫ് റോഡ് ട്രാക്കിൽ നിന്ന് ജീപ്പിൽ പിക്കപ്പും ഡ്രോപ്പും അവൈലബിൾ ആണ്. നേച്ചർ ലവ് ചെയ്യുന്നവർ, പ്രകൃതി സ്നേഹിക്കുന്നവർ നഗരത്തിരക്കുകളിൽ നിന്ന് ശുദ്ധവായുവും ശുദ്ധജലവും ശുദ്ധ ഭക്ഷണവും കഴിച്ച് എല്ലാ തിരക്കുകളിൽ നിന്നും മൊബൈലൊക്കെ ഓഫ് ചെയ്ത് സ്വസ്ഥമായി 2 ദിവസം ചിലവഴിക്കാൻ, ചിന്തിക്കാനും വായിക്കാനും എഴുതാനും ഗവേഷണം നടത്താനും, ഇനി അതൊന്നുമല്ലാതെ വെറുതെ ഉറങ്ങി ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് കൂട്ടുകാരുമൊത്ത് ആർത്തുല്ലസിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് ക്യാമ്പ് ഫയർ, അതായത് തീ കായാൻ വേണ്ടി ക്യാമ്പ് ഫയർ കത്തിച്ച് കാട്ടരുവിയിൽ കുളിച്ച് വെള്ളച്ചാട്ടം കണ്ട് അങ്ങനെ ഒരു 1-2 ദിവസം ചിലവഴിക്കാനുള്ള വില്ലാസാണ് ഇവിടെ ഈ സൈറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് വ്യൂ ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ നിന്നും വയനാട്ടിലെ എല്ലാ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും, മുത്തങ്ങ, തോൽപ്പെട്ടി, തിരുനെല്ലി, പൂക്കോട് തടാകം പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും 10 തൊട്ട് 30 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അത് പോയി വന്ന് ഇവിടെ താമസിക്കണമെങ്കിൽ അങ്ങനെയും ആവാം. പിന്നെ വളരെ അടുത്തായി ഈ അടുത്ത കാലത്ത് 900 കണ്ടി എന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രവും ബോബി ചെമ്മണ്ണൂറിൻ്റെ ബോച്ചയുടെ 1000 ഏക്കർ എന്ന ടൂറിസ്റ്റ് കേന്ദ്രവും വളരെ അടുത്താണ്. അതാണ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. മേപ്പാടിയുടെയും ചുണ്ടയിലെയും നടുവിലാണ്. ഈ അടുത്ത് ലാൻഡ്സ്ലൈഡ് ഉരുൾപൊട്ടൽ സംഭവിച്ച ചൂരൽമല, മുണ്ടക്കൈ, മേപ്പാടി ടൗണിനടുത്താണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ പ്രദർശിപ്പിച്ച കാണാം. വയനാടിൻ്റെ പേര് ലോകം മൊത്തം അറിയപ്പെട്ട ചൂരൽമല, മുണ്ടക്കൈ ദുരന്തം സംഭവിച്ച സ്ഥലത്ത് നിന്നും അധികം ദൂരെ അല്ലാതെയാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. ഏകദേശം 500 ഏക്കറോളം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിൽ ആദ്യം കാണിച്ച ചിൽഡ്രൻസ് പാർക്കൊക്കെ ഇവിടെ കാണാം. എല്ലാ വില്ലാസും നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് വയനാട്ടിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സന്ദർശിക്കുകയോ ഇനി അതല്ല വെറുതെ ഒരു ബ്രേക്ക് എടുക്കുകയോ ആവാവുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. റൂമിൻ്റെ ബുക്കിംഗ് എൻക്വയറിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്ഥിരമായി വാച്ചറും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരും മറ്റ് സ്റ്റാഫുകളും ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിലും സ്വന്തം ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും അല്ലാത്ത മറ്റ് കാര്യങ്ങൾ വരവിൽ കരുതുന്നത് നന്നായിരിക്കും. അതായത് സിഗരറ്റ് പോലുള്ള ഐറ്റംസ്. കാരണം തന്നെ മറ്റൊന്നുമല്ല, അടുത്തെങ്ങും കടകളോ മറ്റ് സ്ഥാപനങ്ങളോ ഇല്ല. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും നിങ്ങൾ തിരിച്ച് ടൗണിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാമഗ്രികളും കരുതിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിൻ്റെയും മറ്റും കാര്യത്തിൽ യാതൊരു വിഷയം ഇവിടെ ഇല്ല. നമ്മൾ പറയുന്ന ഫുഡ് ഉണ്ടാക്കിത്തരും. ഇതാണ് റെസ്റ്റോറൻറ്റ്. അതായത് താഴെ റെസ്റ്റോറൻറ്റും അല്പം എലിവേറ്റഡ് ആയിട്ട് വില്ലാസും, അങ്ങനെയാണ് ഇതിൻ്റെ ഘടന വരുന്നത്. അങ്ങോട്ട് വീണ്ടും താഴോട്ടിറങ്ങിയാൽ നേരത്തെ കണ്ട കാട്ടരുവിയും, ആ സൈഡ് മേലോട്ട് പോയാൽ വാട്ടർഫാളും. അതുകൂടാതെ ക്യാമ്പ് ഫയർ, മ്യൂസിക്, ഫുഡ്, മറ്റ് പരിപാടികൾ.